ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം. പുറപ്പാട് 7:12. അവർ ഓരോരുത്തൻ താൻ തന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇവിടെ കാണുന്നത്. അഹരോന്റെ വടി താഴെയിട്ടപ്പോൾ സർപ്പമായി മാറി, അല്ലെങ്കിൽ ഒരു പാമ്പായി മാറി. വടിയെ ദൈവം ഇവിടെ പാമ്പാക്കി മാറ്റിയെങ്കിൽ ഫറവോന്റെ മന്ത്രവാദികളും അങ്ങനെ തന്നെ ചെയ്തു. അവരുടെ മന്ത്രവാദികൾ അവരുടെ വടികൾ താഴെയിടുമ്പോൾ അതും സർപ്പങ്ങളായി മാറി. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അഹരോന്റെ വടി ശത്രുവിന്റെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിക്കുന്ന ദൈവശക്തിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ശത്രു എന്ന് പറയുന്നത് പിശാചിന്റെ ശക്തിയാണ്. ഫറവോന്റെ മന്ത്രവാദികളും അല്ലെങ്കിൽ ശൂദ്രക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫറവോന്റെ ശക്തിയാൽ ചെയ്ത അത്ഭുതത്തെ ദൈവം അതിനെ വെട്ടി ആ ശക്തിയെ ഇല്ലാതാക്കി. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അഹരോന്റെ വടി മറ്റു വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ശത്രുവിന്റെ ശക്തിയെ അവിടെ ദൈവശക്തി ഇല്ലാതാക്കുന്നു. നമ്മുടെ ദൈവം എന്ന് പറയുന്ന ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നവനാണ്. ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? പിശാചിനാൽ ശക്തിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. സാത്താൻ എന്ന് പറയുന്നതാണ് ശത്രു. ആ ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഗോലിയാത്ത് എന്ന് പറയുന്ന ഫെലിസ്ത്യ ശക്തി, അല്ലെങ്കിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ ദാവീദ് കീഴ്പ്പെടുത്തുകയാണ്. ശത്രുവിന്റെ ഒരു ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ദൈവം എന്ന് പറയുന്ന ശത്രുശക്തിയെ ഇല്ലാതാക്കി വിജയം തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതോടെ ശത്രുവിന്റെ ശക്തിയെ തലയെ തകർത്തു കളഞ്ഞു. ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. സാത്താന്റെ അധികാരങ്ങളെയും ശക്തികളെയും വെട്ടി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്തപ്പോൾ സാത്താന്റെ സകല ശക്തികളെയും, അല്ലെങ്കിൽ അവന്റെ തല തകർക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. ശത്രുശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. ശത്രു പ്രവർത്തിക്കുന്നത്, സാത്താൻ എന്ന് പറയുന്ന ശത്രു പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. ഇവിടെ കാണുന്നത് പിശാചിന്റെ ശക്തിയുള്ള ചിലരുണ്ട്. അവരുടെ മന്ത്രവാദ ശക്തികളാൽ അത്ഭുതം ചെയ്തെങ്കിൽ അതിനെ തോൽപ്പിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത് സാത്താനാണ് മരുഭൂമിയിൽ. യേശുവിനെ പല ചോദ്യങ്ങൾ ചോദിച്ച് കുടുക്കുകയും അവനെ പരീക്ഷിച്ച് അവനെ തോൽപ്പിക്കുവാൻ സാത്താൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, മരുഭൂമിയിൽ പല കാര്യങ്ങൾ യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക, അല്ലെങ്കിൽ ലോകത്തിലെ സകല രാജ്യങ്ങളെ കാണിച്ച് എന്നെ ഒന്ന് നമസ്കരിച്ച ഇതെല്ലാം നിനക്ക് തരാം. ഇങ്ങനെ പല രീതിയിലുള്ള കുരുക്ക് ചോദ്യങ്ങളുമായി സാത്താൻ യേശുവിനെ സമീപിക്കുന്ന, അല്ലെ പരീക്ഷിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവന്റെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ കൊടുത്തു ആ ശത്രുവിന്റെ പരീക്ഷണത്തെ തോൽപ്പിച്ച് അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. അങ്ങനെ ശത്രു സകല പരീക്ഷണവും വിട്ട് യേശുവിനെ അവിടുന്ന് ആ സമയത്ത് വിട്ടുപോകുന്ന, കുറെ കാലത്ത് യേശുവിനെ വിട്ടുപോകുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ഇവിടെ കാണുന്നത് എന്താണ്? നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ സാത്താന്റെ ശക്തിയെ തോൽപ്പിക്കുന്നതാണ്.
ശത്രുവിന്റെ പരീക്ഷണങ്ങളിൽ, ശത്രുവിന്റെ ചോദ്യങ്ങളിൽ യേശുക്രിസ്തു പരാജയപ്പെടുന്നില്ല. അവന്റെ ചോദ്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ പരീക്ഷണങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് യേശുക്രിസ്തു അവിടെ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പരീക്ഷയിൽ യേശുക്രിസ്തു അവിടെ വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ കാണുന്നത് ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവശക്തിയാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ശത്രു ശക്തിയെ ഇല്ലാതാക്കുന്നവനാണ്. ആരാണ് ശത്രു? നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന സാത്താനാണ്. സാത്താൻ എന്ന് പറയുന്ന മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ്. യൂദായിലേക്ക് സാത്താൻ പ്രവേശിക്കുമ്പോഴാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത്. അപ്പൊ ശത്രു എന്ന് പറയുന്ന മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്ന, നമ്മുടെ അധ്യായം എന്ന് പറയുന്നത്, ഫറവോൻ എന്ന് പറയുന്നത് ഒരു ശത്രുശക്തിയാണ്. അവന്റെ മന്ത്രവാദത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ആ ശക്തിയെ ഇല്ലാതാക്കി, അവന്റെ വടികളെ അല്ലെങ്കിൽ അവന്റെ പാമ്പുകളെ ഇല്ലാതാക്കി ദൈവത്തിന്റെ ശക്തി വിജയിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ സാത്താന്റെ ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷണത്തിലൂടെ, ക്രിസ്തുവിന്റെ ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു എന്ന് പറയുന്ന സാത്താൻ പല പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരും. ഏതെങ്കിലും മേഖലയിൽ കടന്നു വരും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ അകത്തുണ്ടെങ്കിൽ, ആ യേശു എന്ന് പറയുന്നത് ശത്രുവിന്റെ ശക്തികളെ തോൽപ്പിച്ചവനാണ്. ആ യേശു നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ, ആ ശത്രുവിന്റെ ശക്തിയെ, പരീക്ഷണങ്ങളെ നമുക്ക് ജയിക്കുവാൻ സാധിക്കുന്നു. പരീക്ഷണങ്ങളിൽ വിജയം തരുന്നവനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് ശത്രുവിന്റെ ശക്തിയെ, അല്ലെങ്കിൽ ശത്രുവിന്റെ പരീക്ഷണങ്ങളെ തോൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ ശത്രു ഏതെങ്കിലും മേഖലയിൽ ഒരുപക്ഷെ പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവമാണ്. ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഈ അധ്യായങ്ങളിലെല്ലാം കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ ശത്രുവിന്റെ ശക്തിയെ നമുക്ക് തോൽപ്പിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ശത്രുവിന്റെ ശക്തി ഫെലിസ്ത്യരുടെ കൂട്ടത്തിലെ ഒരു മല്ലനായ ഗോലിയാത്താണ്. അവന് ശക്തനായ ഒരു ശത്രുവാണ്. ദാവീദിനെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഈ ശത്രുവിനെ ദാവീദ് കീഴ്പ്പെടുത്തും. കാരണം ദാവീദിന്റെ മേലുള്ള ഒരു അഭിഷേക ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഗോലിയാത്തിനെ ദാവീദ് ഒരു കവണയിലൂടെ തകർക്കുന്നതായിട്ട് നമുക്കറിയാം. ശത്രുവിന്റെ ശക്തിയെ തകർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മക്കളെ കരുതുന്ന ദൈവം, ആ ദൈവം എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇസ്രായേലിന്റെ ദൈവം ശത്രുവിന്റെ സകല ശക്തിയെയും തകർക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ശത്രു എപ്പോഴും സാത്താനാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, സാത്താൻ എന്ന് പറയുന്നത് കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അവൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ്. എന്നാൽ അവൻ മനുഷ്യരെ പരീക്ഷിക്കുന്നുവെങ്കിൽ ഒരു കാലത്ത്, അന്ത്യകാലത്ത് സാത്താനെ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുത്തുന്നു. ഇതാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ കാണുന്നത്, സാത്താൻ എന്ന് പറയുന്ന ശത്രുവിന് ഒരു ദിവസം ഒരു നാശമുണ്ട്. ആ ശത്രുവിനെ നിത്യനരാഗ്നിയിൽ തള്ളിക്കളയുമ്പോൾ ആ ദൈവം എന്ന് പറയുന്ന ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടുവരുന്ന ഏത് പ്രതികൂലത്തെയും നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. ശത്രുവിന്റെ ശക്തി ശത്രുവിന്റെ ശക്തി നമ്മളെ പരീക്ഷിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, പൊത്തീഫറിന്റെ വീട്ടിൽ യോസഫ്
നിൽക്കുമ്പോൾ അവൻ പരീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ യോസഫ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് ശത്രുവിന്റെ പരീക്ഷണം അല്ലെങ്കിൽ പിശാചിന്റെ പരീക്ഷണം കാണുന്നത്. എന്നാൽ പിശാചിന്റെ ഈ പരീക്ഷണത്തിൽ നിന്ന്, അതായത് മനുഷ്യരിലൂടെ വരുന്ന ഈ പരീക്ഷണത്തിൽ നിന്ന് യോസഫ് രക്ഷപ്പെടുകയാണ്. അവിടെ കാണുന്ന യോസഫിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ്. ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നവനാണ് നമ്മളോട് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീതി സൂര്യനായ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ സാത്താന്റെ സകല ശക്തിയെയും തകർക്കുന്നവനാണ് ഈ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് ഇന്ന് കണ്ടതെന്ന് പറയുന്നത് ശത്രുവിന്റെ വടികളെ വിഴുങ്ങുന്ന അഹരോന്റെ വടി എന്ന് പറയുമ്പോൾ സാത്താന്റെ ശക്തിയെ തോൽപ്പിക്കുന്ന ദൈവത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്ന വേറൊരു ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, ശത്രു ചില അത്ഭുതങ്ങൾ കാണിക്കും. ഫറവോന്റെ മന്ത്രവാദികൾ ചില അത്ഭുതങ്ങൾ കാണിച്ചു. വടി നിലത്തിട്ട് പാമ്പാക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ ഭയപ്പെടാം. ഇവിടെ കാണുന്ന ഒരു ദൈവിക സന്ദേശം എന്ന സാത്താൻ എന്ന് പറയുന്നത് പല അത്ഭുതങ്ങൾ കാണിച്ച്, പല പരീക്ഷണങ്ങൾ കാണിച്ച് അവൻ നമ്മളെ ഭയപ്പെടുത്തുന്നവനാണ് സാത്താൻ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അവനെ ക്രൂശിൽ അവന്റെ തല തകർത്തതാണ്. അവിടെ നമുക്ക് മനസ്സിലായ സാത്താൻ ചില അത്ഭുതങ്ങളും ചില പരീക്ഷണങ്ങളും കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സന്ദേശം ഇവിടെ തരുന്നത് അതിനെ തോൽപ്പിക്കുന്നതാണ്. അപ്പോൾ ശത്രു എന്ന് പറയുന്നത് അവൻ ചില മേഖലകളിൽ നമ്മളെ ഭയപ്പെടുത്തുന്നവനാണ്. എന്നാൽ ആ ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിക്കുന്നവനാണ്. നമുക്ക് മനസ്സിലാക്കാം, ഏദൻ തോട്ടത്തിൽ ശത്രുവാണ് ഹവ്വായെ ചതിക്കുന്നത്. പാമ്പ്, അവനാണ് ഈ ശത്രു എന്ന് പറയുന്നത്. അവൻ ആദ്യം മുതൽക്കേ ഉള്ളതാണ്. ആ ശത്രു എന്ന് പറയുന്നത് ഹവ്വയിലൂടെ ആദമിനെ ചതിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ശത്രുവിന്റെ ശക്തി കാണിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ നിന്റെ തല തകർക്കും. ശത്രുവായ പാമ്പിനോട് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാം ലോകത്തിലേക്ക് വന്നു, ശത്രുവിന്റെ തല തകർത്തു കളഞ്ഞു. ഇവിടെ കാണുന്ന ഒരു വലിയ സന്ദേശം, ഏദൻ തോട്ടത്തിൽ കാണുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ശത്രുവായ പാമ്പ് അവിടെ വിജയിക്കുന്നില്ല. മനുഷ്യനെ ചതിച്ചെങ്കിൽ സ്ത്രീയിൽ നിന്ന് വന്നവൻ ശത്രുവിന്റെ തല തകർത്തു കളഞ്ഞു. അപ്പൊ ഇവിടെ കാണുന്നത് എന്താണ്? ഇത് അതേ ദൈവിക സന്ദേശവും അതേ ദൈവിക ദൂതുമാണ്. ശത്രുവിന്റെ തലയെ തകർക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പാമ്പ് ചതിച്ചെങ്കിലും അവന് വിജയമില്ല. അവന്റെ തലയെ തകർക്കാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു വന്നു. അങ്ങനെ ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എല്ലാം കണ്ടത് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അഹരോന്റെ വടി എന്ന് പറയുന്നത് ശത്രുവിന്റെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ പാമ്പിനെ വിഴുങ്ങിക്കളഞ്ഞു എന്നതാണ് അതിന്റെ അർത്ഥം. ശത്രുവിനെ തോൽപ്പിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ശത്രു കൊണ്ടുവരുന്ന സകല ശക്തിയെയും നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയും ഈ ദൈവശക്തിയിൽ. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.